ഹായ്, ഞാൻ ഇന്ന് വന്നത് എൻ്റെ ബോട്ടിൽ ആർട്ടായിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് ഞാൻ പെയിൻറ് ചെയ്തതാണ്. വളരെ ആസ്വദിച്ച് ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ് ബോട്ടിൽ ആർട്ട്. പലതരം ബോട്ടിലുകൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ വേസ്റ്റായി ഇടുന്ന ബോട്ടിലൊക്കെ എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് അതിൽ ക്ലേ കൊണ്ടും പിന്നെ ടിഷ്യൂ പേപ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഫോം ഷീറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഫോട്ടോ വെച്ചിട്ടുള്ള വർക്കുണ്ട്. ഇത് എഗ്ഷെല്ലാണ് കേട്ടോ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ ഇഷ്ടത്തോടെയും ആസ്വദിച്ചു ചെയ്യുന്ന വർക്കാണിതൊക്കെ. എല്ലാവർക്കും ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ഓരോ വർക്കുകളൊക്കെ ചെയ്യാം. കണ്ടോ, ഇതൊരു ഫെയറി ഹൗസാണ്. ചെറിയൊരു ബോട്ടിലിൽ ചെയ്തിട്ടുള്ള വർക്കാണിത്. ഇതിന് നമ്മൾ ഫെവിക്രിലിൻ്റെ കളേഴ്സ് ഉപയോഗിക്കും, പിന്നെ മോൾഡിറ്റ് എന്ന് പറഞ്ഞ ക്ലേ ഉപയോഗിക്കും, പിന്നെ ഡെക്കോബേജ് ടിഷ്യൂ, ഡെക്കോബേഷ് എന്നാണ് പറയുക. ഇതൊരു ഫ്രഞ്ച് ആർട്ടാണ്. കണ്ടോ, ഇതൊക്കെ ഡെക്കോബേഷ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഡെക്കോബേഷ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ആർട്ടാണ്. അതായത് പേപ്പർ കട്ടിങ്സ് നമ്മൾ ബോട്ടിലൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്ന ഒരു ആർട്ട് തന്നെയാണ് ഡെക്കോബേഷ് എന്ന് പറയുന്നത്. എഴുതി വരുമ്പോൾ സ്പെല്ലിംഗ് എഴുതുമ്പോൾ ഡെക്കോപ്പേജ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഡെക്കോബേഷ് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് അരി വെച്ചിട്ട് അരിയിൽ കളർ കൊടുത്തിട്ട് ഉണ്ടാക്കിയൊരു ബോട്ടിലാണ്. അപ്പം ഇങ്ങനെ എന്ത് ഐറ്റംസ് വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് ബോട്ടിലുകൾ നല്ല മനോഹരമാക്കിയെടുക്കാം. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസും ക്ലേയും ഫോം ഷീറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇഷ്ടമായോ നിങ്ങൾക്ക് ഇതൊക്കെ? ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ. പെയിൻറ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകളോ പിസ്ത ഷെല്ല്, അങ്ങനെ എഗ് ഷെല്ല്, അങ്ങനെ പല സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നല്ല ഭംഗിയിൽ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. ഓരോ ഷേപ്പിലുള്ള ബോട്ടിലുകളും നല്ല വർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ക്രിസ്മസ് തീമിലും അങ്ങനെ ഓരോ ഫെസ്റ്റിവൽ സീസണിൽ ആ തീമിലായിട്ടാണ് ഞാൻ ഒരു ബോട്ടിൽ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഞാൻ YWCയുടെ എക്സിബിഷനിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റോളിട്ട് എൻ്റെ ഈ ബോട്ടിൽസൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്യണത്. അന്ന് കുറേ സെയിലൊക്കെ നടന്നു. അങ്ങനെയുള്ള നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്. 2020 മാർച്ച് 2 എൻ്റെ ഒരു ന്യൂസും വന്നിട്ടുണ്ട് മാതൃഭൂമി പത്രത്തിൽ. ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചെറിയൊരു ലഘുലേഖനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത് YWCയിൽ സ്റ്റോളിട്ടതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ CCTVയിൽ അന്ന് ന്യൂസൊക്കെ വന്നിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോഴും നല്ലൊരു ഓർമ്മയാണ്. ഞാൻ ചെയ്യുന്ന ഈ വർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത് വർക്കാണെന്ന് ചോദിച്ചാൽ ഡെക്കോറേഷനാണ്. കണ്ടോ, ഈ ഷീറ്റുകൾ വെച്ചിട്ട് ചെയ്യുന്ന വർക്ക്. ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ അത്ര ഈസി അല്ല. ഇത് റിങ്കിൾസ് ഒന്നും വരാതെ കറക്റ്റായിട്ട് നമ്മളിതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ? അപ്പോൾ എനിക്കിത് ഞാൻ ഈ വർക്കുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ വർക്കാണ്. ഡെക്കോറേഷൻ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് കണ്ടോ, ഇതുപോലെ കുഞ്ഞ് കോഫി പൗഡറിൻ്റെ ബോട്ടിലും എല്ലാം നമുക്ക് ഇത് ചെയ്യാം. എന്തൊരു ബോട്ടിൽ കൊഴിഞ്ഞ് കിട്ടിയാലും നമുക്കത് നല്ല ഭംഗി സൂപ്പറായി ഓരോ വർക്കുകൾ ചെയ്യാം. ബോട്ടിലുകളിൽ മാത്രമല്ല, നമുക്ക് പ്ലേറ്റുകളിലും ചെയ്തെടുക്കാം. ഇതൊരു ഗ്ലാസ് പ്ലേറ്റാണ്. കണ്ടോ,
അതിൽ ഞാൻ ചെയ്തിട്ടുള്ള എന്താണ് ഡെക്കോറേഷൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. കണ്ടില്ലേ? ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഓരോ വർക്കുകളാണ്. ഇത് വോൾ ഡെക്കറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീണ്ടും പറയുന്നു, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഡെക്കോറേഷൻ ടിഷ്യൂസ് സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള ടിഷ്യൂ പേപ്പേഴ്സ് ധാരാളമുണ്ട്, ആവശ്യമുള്ളവരെ അറിയിക്കാം. ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ കാണിക്കാം. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വർക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ നമുക്കൊന്ന് ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാം. ഞാനിനി ഓരോ ബോട്ടിലുകളും എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ടാറ്റാ.